സൈലന്റ് അല്ലേ? നിയമസഭാ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സ്ഥാനാർത്ഥി പ്രഖ്യാപനമാണ് നടക്കുന്നത്. പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നമുക്കറിയാവുന്ന CPI എത്തി. പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറിമാരായിട്ടുള്ള PR CR, PP റഫീഖ് എന്നിവരാണ് പങ്കെടുക്കുന്നത്. മാധ്യമപ്രവർത്തകരെ സമർപ്പിച്ചു. ആസന്നമായ കേരള നിയമസഭയിലേക്കുള്ള പൊതു തെരഞ്ഞെടുപ്പിൽ SDPI ഒറ്റക്ക് മത്സരിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത്. കേരളത്തിലെ നിലവിലുള്ള ഏതെങ്കിലും മുന്നണികളുമായോ പാർട്ടിയുമായോ ധാരണയോ മുന്നണി സംവിധാനമോ ഈ തെരഞ്ഞെടുപ്പിൽ SDPIക്കില്ല. പൂർണ്ണമായും ഒറ്റക്ക് മത്സരിച്ചുകൊണ്ട് തെരഞ്ഞെടുപ്പിൽ നേരിടാനാണ് പാർട്ടി തീരുമാനിച്ചിട്ടുള്ളത്. 110ഓളം സീറ്റുകളിൽ പ്രവർത്തകന്മാരുടെ അഭിപ്രായമറിയാനുള്ള പ്രക്രിയ പൂർത്തിയാക്കി നിയോജക മണ്ഡലം, ജില്ലാ സംസ്ഥാന സമിതികൾ ചർച്ച ചെയ്ത് കേന്ദ്ര കമ്മിറ്റി അംഗീകരിച്ച ലിസ്റ്റിലാണ് ഇപ്പോൾ നമ്മൾ പറയുന്നത്. അതിൽ 33 പേരുടെ ലിസ്റ്റാണ് ഇപ്പോൾ പറയുന്നത്. ബാക്കി മറ്റന്നാളെയാണ് ഞങ്ങളത് പ്രസിദ്ധപ്പെടുന്നത്. ഇപ്പൊ 33 ആണ്. 100 സീറ്റിൽ മത്സരിക്കും. കാസർഗോഡ് ജില്ലയിൽ കാസർഗോഡ് മണ്ഡലത്തിൽ പാർട്ടിയുടെ കാസർഗോഡ് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് CA സവാദ് മത്സരിക്കും. കണ്ണൂർ ജില്ലയിൽ കല്ലാശ്ശേരിയിൽ പാർട്ടിയുടെ സംസ്ഥാന ജനറൽ സെക്രട്ടറി KK അബ്ദുൽ ജബ്ബാർ മത്സരിക്കും. തലശ്ശേരിയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം AC ജലാലുദ്ദീൻ, മട്ടന്നൂരിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് ബഷീർ പുന്നാട്, ഇരിക്കൂരിൽ കണ്ണൂർ ജില്ലാ കമ്മിറ്റി അംഗം MJ മാത്യു എന്നിവരും മത്സരിക്കും. മലപ്പുറം ജില്ലയിൽ മലപ്പുറം അസംബ്ലി മണ്ഡലത്തിൽ ജില്ലാ വൈസ് പ്രസിഡന്റും അവിടുത്തെ ബാർ കൗൺസിൽ പ്രസിഡന്റുമായ അഡ്വക്കേറ്റ് സാദിഖ് നെടുത്തുടി പാർട്ടിക്ക് വേണ്ടി മത്സരരംഗത്തുണ്ടാവും. വള്ളിക്കുന്ന് മണ്ഡലത്തിൽ സ്വതന്ത്ര സ്ഥാനാർത്ഥിയെയാണ് SDPI പിന്തുണക്കുന്നത്. ചരിത്രകാരനും കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിലെ മുൻ ചരിത്ര വിഭാഗം മേധാവിയുമായിരുന്ന ഡോക്ടർ KKN കുറുപ്പ് അവറുകളാണ് SDPI പിന്തുണക്കുന്നത്. SDPI സ്വതന്ത്രനായി അദ്ദേഹം വള്ളിക്കുന്ന് മണ്ഡലത്തിൽ മത്സരിക്കും. കോട്ടക്കൽ അസംബ്ലി മണ്ഡലത്തിൽ അഡ്വക്കേറ്റ് മജീദ് മാറാക്കര മലപ്പുറം ജില്ലാ കമ്മിറ്റി അംഗമാണ്. അദ്ദേഹം മത്സരിക്കും. മങ്കടയിൽ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ CH അഷ്റഫ് മത്സരരംഗത്തുണ്ടാവും. പൊന്നാനിയിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് അൻവർ പഴഞ്ഞിയാണ് മത്സരിക്കുന്നത്. കൊണ്ടോട്ടിയിൽ അബ്ദുൽ ഖാദർ എന്ന പിച്ചാവ അവിടുത്തെ കൊണ്ടോട്ടി മണ്ഡലം കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് മത്സരരംഗത്തുണ്ടാവുക. പാലക്കാട് പട്ടാമ്പിയിൽ സംസ്ഥാന സമിതി അംഗം SP അമീർ അലിയും, തിർത്താലയിൽ പാലക്കാട് ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് ഷഹീർ ബാബുവും, നെന്മാറ മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് അൻവർ സാദിഖും, മണ്ണാർക്കാട് ന്യൂ ഇന്ത്യ മൂവ്മെന്റിന്റെ ജില്ലാ പ്രസിഡന്റ് അഷിത നജീബും മത്സരിക്കും. തൃശൂർ ജില്ലയിൽ ഗുരുവായൂരിൽ ജില്ലാ കമ്മിറ്റി പ്രസിഡന്റ് നാസർ പാനൂർ, ചേലക്കരയിൽ PR വിനോദ് കുമാർ, മണലൂരിൽ ദിലീഫ് അബ്ദുൽ ഖാദർ, കയ്പമംഗലത്ത് റിയാസ് ഏർവാടി ജില്ലാ സെക്രട്ടറിയാണ്. അദ്ദേഹമാണ് തൃശൂർ ജില്ലയിൽ ഇപ്പോൾ മത്സരരംഗത്തുള്ള സ്ഥാനാർത്ഥികളായി പ്രഖ്യാപിക്കുന്നത്. എറണാകുളത്ത് കൊച്ചിയിൽ STTU എറണാകുളം ജില്ലാ ജനറൽ സെക്രട്ടറി അനീഷ് മട്ടാഞ്ചേരി,
തൃക്കാക്കരയിൽ അലോഷ്യസ് കൊല്ലന്നൂർ അവിടുത്തെ ജില്ലാ കമ്മിറ്റി അംഗമാണ്, എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗമാണ്. പറവൂരിൽ സംസ്ഥാന സമിതി അംഗം VM ഫൈസൽ. മൂവാറ്റുപുഴയിൽ സംസ്ഥാന ജനറൽ സെക്രട്ടറി റോയ് അറക്കൽ. പിറവം എറണാകുളം ജില്ലാ കമ്മിറ്റി അംഗം ബാബു വെങ്ങൂർ എന്നിവരാണ്. ഇടുക്കി തൊടുപുഴയിൽ ജില്ലാ സെക്രട്ടറി അഫ്സൽ MB മത്സരിക്കും. കോട്ടയത്ത് സംസ്ഥാന സെക്രട്ടറി ജോൺസൺ കണ്ടഞ്ചിറ. ചെങ്ങന്നൂരിൽ അൽത്താഫ് ഹസൻ എന്നിവരും മത്സരിക്കും. ചങ്ങനാശ്ശേരി. കൊല്ലത്ത് ചടയമംഗലത്ത് ഷറാഫത്ത് മല്ലം, കൊല്ലം ജില്ലാ വൈസ് പ്രസിഡന്റാണ്, അദ്ദേഹമാണ് മത്സരിക്കുക. തിരുവനന്തപുരത്ത് ആറ്റിങ്ങൽ അസംബ്ലി മണ്ഡലത്തിൽ പാർട്ടി ഇപ്പോൾ പുതുതായി രൂപീകരിച്ച നാഷണൽ യങ് ഡെമോക്രാറ്റ്സിന്റെ ദേശീയ ഓർഗനൈസർ ജയരാജ് M മത്സരിക്കും. നെടുമങ്ങാടിൽ തിരുവനന്തപുരം ജില്ലാ കമ്മിറ്റിയുടെ മുൻ പ്രസിഡന്റ് സിയാദ് കണ്ടല മത്സരിക്കും. ഇങ്ങനെ 33 പേരുടെ സ്ഥാനാർത്ഥി പട്ടികയാണ് ഇപ്പോൾ പ്രസിദ്ധീകരിക്കുന്നത്. ബാക്കി നാളെ കഴിഞ്ഞ് മറ്റന്നാൾ ബാക്കി സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി പ്രസിദ്ധീകരിക്കും. അതെ. STPയുടെ പിന്തുണയോടുകൂടി സ്വന്തം സ്ഥാനാർത്ഥി അദ്ദേഹം മത്സരിക്കും. സ്വന്തം സ്ഥാനാർത്ഥിയാണ്, പക്ഷെ STPയുടെ പിന്തുണയോടുകൂടിയാണ് അദ്ദേഹം മത്സരിക്കുന്നത്. മഞ്ചേശ്വരത്ത് മത്സരിക്കാനാണ് തീരുമാനം. അതിന്റെ പിന്നീട് പറയും സ്ഥാനാർത്ഥി. അതെ, കുറച്ച് മണ്ഡലം കൂടെ ഉണ്ട്. കോഴിക്കോട് ജില്ലയിൽ ഇപ്പോൾ ഇതില് പട്ടികയിൽ വന്നിട്ടില്ല. കോഴിക്കോട് ജില്ലയിലെ കുറച്ച് മണ്ഡലം കൂടി പറയാനുണ്ട്. അത് മറ്റന്നാൾ പറയും. അമ്പലപ്പുഴ സ്ഥാനാർത്ഥിയുണ്ട്, പക്ഷെ ഇപ്പോൾ പറഞ്ഞിട്ടില്ല. ഇല്ല, സ്വതന്ത്ര അങ്ങനെ സ്വതന്ത്ര സ്ഥാനാർത്ഥി അവിടെ ഇല്ലല്ലോ. അത് ഇല്ല, അദ്ദേഹത്തെ പിന്തുണക്കുന്നില്ല. ആ സ്ഥാനത്ത് ഉണ്ടാവും. നമ്മളിപ്പോഴേ അവിടെ അല്ല, അമ്പലപ്പുഴ ഞങ്ങൾക്ക് നല്ല സ്വാധീനമുള്ള ഒരു മണ്ഡലമാണ്. 6 പഞ്ചായത്ത് മെമ്പർമാര് വിജയിച്ച ഒരു മണ്ഡലമാണ് അമ്പലപ്പുഴ. അവിടെയൊക്കെ സ്ഥാനാർത്ഥികളുണ്ടാവും. ഞങ്ങൾക്ക് ഇവിടുത്തെ ഒട്ടുമിക്ക മണ്ഡലങ്ങളെയും സ്ഥാനാർത്ഥികളും ഞങ്ങൾക്ക് ബന്ധം ഉണ്ടാവുമല്ലോ. പൊതുപ്രവർത്തനല്ലേ, രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് പരസ്പര സഹകരണമൊക്കെ വേണ്ടിവരും. പ്രത്യേകിച്ചും ആലപ്പുഴ ജില്ലയിൽ പാർട്ടിക്ക് ഏറ്റവും കൂടുതൽ ലോക്കൽ ബോഡി മെമ്പർമാരുള്ള ജില്ലയാണ് ആലപ്പുഴ. അപ്പൊ അവിടുത്തെ MLA-മാരുമായിട്ടൊക്കെ പാർട്ടിക്ക് നല്ല ബന്ധം ഉണ്ടാകണം നിർബന്ധമായും. കാരണം ഈ പഞ്ചായത്ത് വാർഡുകളിലൊക്കെ നല്ല വികസനം നടക്കണമെങ്കിൽ MLA-മാരുടെ പ്രാദേശിക വികസന ഫണ്ടുകൾ ലഭ്യമാകേണ്ടതുണ്ട്. അവരുമായിട്ട് നല്ല റിലേഷൻസ് മെയിൻറ്റെയിൻ ചെയ്യണമല്ലോ നിർബന്ധമായും. ഇല്ല, ഞങ്ങൾ നേരത്തെ തന്നെ ഇങ്ങനെ ഒരു തീരുമാനം എടുത്തിരുന്നു. കാരണം പാർട്ടിയുടെ ഒരു വോട്ട് ഷെയർ വർദ്ധിപ്പിക്കുക എന്നത് വളരെ പ്രധാനപ്പെട്ട ഘടകമാണ്. നിരന്തരമായി ഇങ്ങനെ മറ്റു മുന്നണികൾക്ക് നമ്മൾ മത്സരിക്കാതെ വോട്ട് കൊടുക്കുക എന്നുള്ളത് രാഷ്ട്രീയ പാർട്ടിയുടെ ഒരു രീതി ശരിയല്ല. അങ്ങനെ ആകാൻ പാടില്ല എന്നാണ് വിശ്വാസം. പിന്നെ ഏതെങ്കിലും മുന്നണിയുടെ ഘടകകക്ഷിയായി മാറണം. അങ്ങനെ മാറുന്ന ഘട്ടത്തിൽ നമുക്ക് അതൊക്കെ ആലോചിക്കാം. പക്ഷെ അങ്ങനെ ഇപ്പൊ ആയിട്ടില്ലല്ലോ. ഇപ്പോ തമിഴ്നാട്ടില് നമ്മള് DMK മുന്നണിയിലുണ്ട്, അവിടെ നമ്മൾ മത്സരിക്കുന്നുണ്ട്. അവിടെ DMK-യില് ആ മുന്നണിയില് CPM ഉണ്ട്, കോൺഗ്രസ് ഉണ്ട്, മുസ്ലിം ലീഗ് ഉണ്ട്, SDPയും ഉണ്ട്. അവിടെ നമ്മൾ മത്സരിക്കുന്നുണ്ട്. അത് മുന്നണിയുടെ ഭാഗമാണ്. എല്ലാരും ആ മുന്നണിയിൽ ഒന്നിച്ചൊന്ന് മത്സരിക്കുന്നുണ്ട്. എന്ന പോലെ ഇവിടെയും മുന്നണി സമുദായത്തിലേക്ക് വരുമ്പോൾ ആ മുന്നണി ഭാഗമായി മത്സരിക്കും. കഴിഞ്ഞ 47 സീറ്റിൽ മത്സരിച്ചു. അതില് നമുക്ക് നിലമ്പൂര് നല്ല വോട്ട് കിട്ടിയതാണ്, വേങ്ങര വോട്ട് കിട്ടിയതാണ്. വേങ്ങര നമ്മള് സ്വതന്ത്ര സ്ഥാനാർത്ഥിയാണ് നമ്മൾ മത്സരിപ്പിച്ചത്. 13,000-ഓളം വോട്ട് കിട്ടിയിരുന്നു. അതെ, അതിപ്പോ അദ്ദേഹം സ്വതന്ത്രനായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ ആളുകളെയും പിന്തുണ വാങ്ങാലോ, അത് തടസ്സമില്ലല്ലോ. നമ്മുടെ STPയുടെ പാർട്ടിക്കാരനായിട്ടല്ല അദ്ദേഹം മത്സരിച്ചത്. ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥിക്ക് നമ്മൾ പിന്തുണച്ചതാണ്. ഇപ്പോൾ അദ്ദേഹം വേറെ LDF മുന്നണിയുടെ പിന്തുണ നേടുന്നുണ്ട്. അത് പാർട്ടിയുടെ അനൗദ്യോഗിക ഹാൻഡിലുകളാണ്. വളരെ ഉദാഹരണമായിട്ട് പറയുന്നത് തലശ്ശേരിയിൽ
CPM സ്ഥാനാർത്ഥി പ്രഖ്യാപിച്ചപ്പോൾ പ്രധാനമന്ത്രി കേസിൽ പ്രതിയാണത്. അതെ അതെ. അത് വേണ്ട രീതിയിലുള്ള ഒരു റിയാക്ഷൻ CPM ഭാഗത്തുണ്ടാകില്ല. അതൊരു സൂചനയാണെന്നാണ്. അത് എന്ത് പിന്നെ അർത്ഥം, അല്ലെങ്കിൽ എന്താണ് അങ്ങനെ പറഞ്ഞൊരു അർത്ഥം? ഇവിടെ നമ്മുടെ രാജ്യത്ത്, ഇന്ത്യ രാജ്യത്ത് വിവിധ സംസ്ഥാനങ്ങളിൽ ലോക്സഭയിലേക്കും നിയമസഭയിലേക്കുമൊക്കെ പിന്നെ വിവിധ കേസുകളിൽ ഉൾപ്പെട്ട ആളുകൾ ജാമ്യത്തിലിറങ്ങി മത്സരരംഗത്ത് ഇറങ്ങാറുണ്ട്. സ്വാഭാവികമാണ്. അതുപോലെ അവിടെയും ഇറങ്ങുന്നു, മത്സരിക്കുന്നു. അതിന് നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഈ കാരായി സഹോദരന്മാരിൽ ഒരാള് അവര് മത്സരിച്ചിരുന്നു. നേരത്തെ ജില്ലാ പഞ്ചായത്തിലേക്ക് മത്സരിച്ചിരുന്നു. ഒരാൾ മുനിസിപ്പാലിറ്റിക്ക് മത്സരിച്ച് ചെയർമാനായിരുന്നു. ആ സമയത്ത് ആർക്കും എതിർപ്പ് വന്നിട്ടില്ല. ഞങ്ങൾ അന്നും അതിനെ അത്ര കണ്ടിട്ടുള്ളൂ. ഒരു സ്ഥാനാർത്ഥി, നമ്മുടെ സ്ഥാനാർത്ഥി അല്ലല്ലോ, SDPയുടെ സ്ഥാനാർത്ഥിയാണ്, അല്ലെങ്കിൽ SDP പിന്തുണക്കുന്ന ആ സ്ഥാനാർത്ഥി SDP പിന്തുണക്കുന്നുവെങ്കിൽ നമുക്ക് മനസ്സിലാക്കുമ്പോൾ എന്തോ ഒരു ദുരൂഹത ഉണ്ടെന്ന്. എന്താണ് ഒരു ജനാധിപത്യ സംവിധാനത്തില് പിന്നെ കേസിൽ ഉൾപ്പെട്ട ആളുകൾ മത്സരിക്കും? നമ്മൾ അങ്ങനെ പരസ്യം എതിർക്കുന്ന അർത്ഥമില്ലല്ലോ. അങ്ങനെ അത് ശരിയായ രീതിയല്ല. പല പാർട്ടികളും മത്സരിക്കാറുണ്ട്. നമ്മൾ ആ സ്ഥാനത്തെ പിന്തുണക്കുന്നുവെങ്കിൽ അവർ ആരോപണമൊക്കെ ശരിയാണ്. അങ്ങനെ പിന്തുണക്കാത്തിടത്തോളം കാലം ആ പറയുന്നത് UDF വേണ്ടിയിട്ടുള്ള ഒരു പിന്നെ ഒരു എന്താ പറയാ പിൻകളി എന്നതിലപ്പുറത്തേക്ക് വേറൊന്നുമില്ല. അത് ഇപ്പൊ വെൽഫെയർ നമുക്കറിയില്ല, വെൽഫെയർ പാർട്ടി പറഞ്ഞു എന്ന് നമുക്കറിയാം. നിങ്ങൾ പറയുമ്പോ ഞങ്ങൾ കേൾക്കുകയാണ്. അങ്ങനെ പറഞ്ഞെങ്കിൽ തന്നെ അത് UDF വേണ്ടി കളിക്കുകയാണ്. അവിടെ UDF സ്ഥാനാർത്ഥി ഉണ്ട്. ഇപ്പൊ ഞങ്ങളൊക്കെ ആ കാരായി പിന്നെ രാജൻ മത്സരിക്കുമ്പോ ഞങ്ങള് UDF സപ്പോർട്ട് ചെയ്യണം എന്നൊരു താല്പര്യമാണ് അതിന് പിന്നിലുള്ളത്. അവിടുത്തെ ഞങ്ങളുടെ സംസ്ഥാന സമിതി അംഗം, കണ്ണൂർ ജില്ലയിലെ മുൻ ജില്ലാ പ്രസിഡന്റ്, കണ്ണൂർ പിന്നെ തലശ്ശേരി മുനിസിപ്പാലിറ്റിയിലെ മുൻ മുനിസിപ്പൽ കൗൺസിലറൊക്കെ ആയ വളരെ പ്രഗത്ഭനായ AC ജലാലുദ്ദീൻ സാഹിബിനെ ഞങ്ങൾ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിട്ടുണ്ട് അവിടെ. അപ്പോ അത് ഞങ്ങൾ വളരെ ശക്തമായി മത്സരിക്കുന്നു. അങ്ങനെ അവിടെ ഷഹീദായ പിന്നെ ഫസൽ എന്ന സഹോദരനോട് വല്ല താല്പര്യം ഉണ്ടായിരുന്നുവെങ്കിൽ അവർ ചെയ്യേണ്ടിയിരുന്നത്, നേരത്തെ ആ ഫസൽ സാഹിബിന്റെ ഭാര്യ അവിടെ പഞ്ചായത്തില് മുനിസിപ്പാലിറ്റി മത്സരിച്ചിരുന്നു. അവർ പിന്തുണച്ചിട്ടില്ല ആരും. നേരത്തെ ഈ പറയപ്പെടുന്ന പ്രതികൾ പിന്നെ ജില്ലാ പഞ്ചായത്തിലേക്ക് മുനിസിപ്പാലിറ്റികൾക്ക് മത്സരിച്ചിരുന്നു. അന്ന് ആരും പരാതി പറയുന്നില്ല. ഇപ്പോൾ പറയുന്ന അല്ലെങ്കിൽ ഇങ്ങനെ ഒരു ആവേശം കൊള്ളുന്നത് പിന്നെ അവർക്ക് അത് പിന്നെ ഒരു ഷഹീദിന്റെ രക്തസാക്ഷിയുടെ പിന്നെ കുടുംബങ്ങൾക്ക് വേണ്ടി കണ്ണീര് പൊഴിക്കുന്ന, അല്ലെങ്കിൽ അതിലെ പ്രതികൾക്ക് വേണ്ടി ഭയങ്കരമായി സംസാരിക്കുന്നതിലെ രാഷ്ട്രീയം എന്ന് പറയുന്നത് ഒരു UDF വേണ്ടി കളിക്കുന്ന രാഷ്ട്രീയമാണ്. അത് നമ്മൾ നെഗ്ലക്ട് ചെയ്യാണ്. മുസ്ലിം ലീഗും ഞങ്ങളുമായി പ്രശ്നമുണ്ട് എന്ന് പറയാൻ മുമ്പ് അങ്ങനെ ഒരു സഖ്യമൊന്നും ഉണ്ടായിട്ടില്ലല്ലോ. മുസ്ലിം ലീഗുമായി SDP ഉണ്ടാക്കിയിട്ട് 2009 ഉണ്ടാക്കിയ പാർട്ടിയാണ്. ആ 2009 ഉണ്ടായ പാർട്ടി ഇപ്പോ 2026 നിൽക്കുമ്പോ ഈ ഒരു കഴിഞ്ഞ 17 വർഷത്തോളമുള്ള കാലഘട്ടത്തിൽ ലീഗുമായി ഒരിടത്തും സഖ്യമുണ്ടാക്കിയിട്ടില്ല. പിന്നെന്താ ഇപ്പോഴായിട്ട് അങ്ങനെ അതിലർത്ഥമില്ല. മുമ്പുമില്ല, ഇപ്പോഴും ഇല്ല. അവരുമായി പ്രത്യേകിച്ച് മമതയോ പ്രത്യേകിച്ച് വിദ്വേഷമോ ഇല്ല. കേരളത്തിലെ ഏത് രാഷ്ട്രീയ പാർട്ടികളുമായും, അതില് RSS BJP ഒഴികെയുള്ള ഏത് രാഷ്ട്രീയ പാർട്ടികളുമായും പ്രത്യേക മമതയോ പ്രത്യേക വിദ്വേഷമോ ഇല്ല എന്ന പോളിസി ഞങ്ങൾ മാറിയിട്ടില്ല. പിന്നെ ഞങ്ങളും ലീഗുമായി കഴിഞ്ഞ ലോക്കൽ ബോഡി ഇലക്ഷന് ശേഷം ചില അസ്വാരസ്യങ്ങളായിട്ടുണ്ട്. ഞങ്ങൾ ശക്തമായി എതിർത്തിട്ടുണ്ട്. പിന്നെ അത് അതിന്റെ കേസുമായി വഴിക്ക് പോകും. അതുപോലെ മറ്റു പാർട്ടികളുമായി ഉണ്ടായിട്ടുണ്ടല്ലോ. CPM ഉണ്ടായിട്ടില്ല. ഞങ്ങള് കഴിഞ്ഞ 10-15 വർഷത്തിൽ CPM എത്ര അടി ഉണ്ടായിട്ടുണ്ട്, എത്ര സ്ഥലങ്ങളില്. പിന്നെ അതൊക്കെ രാഷ്ട്രീയ പാർട്ടികൾ തമ്മിൽ, എല്ലാ പാർട്ടികളും തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടുണ്ടല്ലോ. CPM കോൺഗ്രസും തമ്മിലുണ്ട്, CPM CPI തമ്മിലുണ്ട്, മുസ്ലിം ലീഗ് കോൺഗ്രസ് തമ്മിലുണ്ട്. അതുപോലുള്ള സംഘർഷങ്ങൾ ചില രീതിയിലൊക്കെ ഇലക്ഷൻ വന്നിട്ടുണ്ടാവും. അതിലപ്പുറത്തേക്ക് അതിൽ പ്രത്യേകിച്ച് പ്രാധാന്യമൊന്നുമില്ല. അങ്ങനെ ഞങ്ങൾ നേരത്തെ പറഞ്ഞതാ, ഇങ്ങനെ BJP ഒരു യാഥാർത്ഥ്യമാണല്ലോ. നമ്മുടെ പാർലമെന്റ് തെരഞ്ഞെടുപ്പിലെ കേരളത്തിലെ വോട്ടിംഗ് പാറ്റേൺ എടുത്ത് പരിശോധിച്ചാൽ വളരെ കൃത്യമാണ്.
BJPക്ക് ഒരുപാട് മണ്ഡലങ്ങളിൽ 11 മണ്ഡലങ്ങളിൽ അവർ 1ാം സ്ഥാനത്തായിരുന്നു, 9 മണ്ഡലങ്ങൾ 2ാം സ്ഥാനത്തുണ്ട്, 10 മണ്ഡലങ്ങളിൽ 2ാം സ്ഥാനത്തോട് ചേർന്ന് നിൽക്കുന്ന 3ാം സ്ഥാനത്തുണ്ട്. അങ്ങനെ ഒരു വലിയ, പിന്നെ ഒരുപാട് CPM എന്നും പിന്നെ കോൺഗ്രസ് എന്നും മുസ്ലിം ലീഗ് എന്നും അടക്കം ആളുകൾ BJPയിലേക്ക് പോകുന്നു. അപ്പൊ അവരുടെ ഒരു വോട്ടിംഗ് പാറ്റേൺ ഒക്കെ മാറാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ ഇങ്ങനെ അവരെ പിന്നാലെ കൂടി അവർക്കെതിരിൽ ഒരു നിലപാട് സ്വീകരിച്ച്, ടാറ്റം സ്വീകരിച്ച് അവരെ പരിചയപ്പെടുത്തുക എന്നതിലേക്ക് പോകുന്ന അർത്ഥമില്ല. കാരണം ഒരു യാഥാർത്ഥ്യമായ ഒരു സംഗതിയെ അങ്ങനെ പറഞ്ഞാൽ ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഇന്ത്യ രാജ്യത്ത് 2-3 സംസ്ഥാനം ഒഴിച്ച് ബാക്കിയൊക്കെ BJPക്ക് വലിയ ഭൂരിപക്ഷമുള്ള, വലിയ സ്വാധീനമുള്ള സ്റ്റേറ്റുകളല്ലേ. അപ്പൊ അവിടങ്ങളിലൊക്കെ BJPക്ക് സ്വാധീനമുണ്ട്. അതുകൊണ്ട് ഞങ്ങൾ മത്സരിക്കുന്നില്ല എന്ന് പറയാൻ പറ്റൂലല്ലോ. പിന്നെ നമുക്ക് മത്സരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല. ഞങ്ങള് പിന്നെ കേരളത്തിൽ മാത്രമല്ലല്ലോ പ്രവർത്തിക്കുന്നത്, തമിഴ്നാട്ടിലും കർണാടകയിലും രാജസ്ഥാനിലും ബീഹാറിലും ആസാമിലും എല്ലായിടത്തും ഉണ്ട്. ഒരു 10-20 സംസ്ഥാനങ്ങളുണ്ട്. 15 സംസ്ഥാനങ്ങളിൽ ഘടനാപരമായ ശക്തമായ സ്വാധീനമുണ്ട്. അപ്പൊ അവിടൊക്കെ ഞങ്ങൾ ഈ ഒരു രീതി സ്വീകരിച്ചാൽ ഞങ്ങൾക്ക് പിന്നെ ഒരു പൊളിറ്റിക്കൽ പാർട്ടികൾക്ക് നിൽക്കാൻ അവകാശം ഉണ്ടാവില്ല. കാരണം അവിടൊക്കെ BJP ഉണ്ടെങ്കിൽ ഇങ്ങനെ മത്സരിക്കാം. അപ്പൊ അത് ഇനി അർത്ഥമല്ലേ അങ്ങനെ തുടരുന്നതിൽ. പക്ഷെ BJP ജയിക്കരുത് എന്നുള്ള താല്പര്യം, പ്രത്യേകിച്ചും ഇപ്പൊ കേരളം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞ ഒരു കേരള വിരുദ്ധ പാർട്ടിയാണ് BJP. കേരള വിരുദ്ധ പാർട്ടിയാണ് തീർത്തും. നമുക്കറിയാം, പിന്നെ ഇവിടെ കേരള സ്റ്റോറി ഇറക്കുന്നതിൽ അവരുടെ പങ്കാളിത്തം നമുക്കറിയാം. അതിനെ പ്രൊമോട്ട് ചെയ്യുന്നതിൽ അവരുടെ പങ്കാളിത്തം നമുക്കറിയാം. കേരളത്തിന്റെ വികസന പ്രവർത്തനങ്ങൾക്ക് ഫണ്ട് തരാത്ത പ്രശ്നം നമുക്കറിയാം. കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു വിഹിതം സ്റ്റേറ്റിന് കൊടുക്കാതെ കേരളത്തെ പ്രയാസപ്പെടുന്നത് നമുക്കറിയാം. വിവിധ വികസന പ്രവർത്തനങ്ങളിൽ ഉദ്ഘാടനത്തിന് കേരളത്തിലെ മന്ത്രിമാരെ വിളിക്കാത്തറിയാം. അങ്ങനെയുള്ള കേരളത്തിന്റെ ജനങ്ങളെ പിന്നെ ഒരു ശത്രുപക്ഷത്ത് നിർത്തിക്കൊണ്ട് പ്രവർത്തിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി നിലക്ക് BJPയെ പരമാവധി തോൽപ്പിക്കണമെന്നതാണ് നമ്മുടെ താല്പര്യം. അത് എല്ലാ പാർട്ടികളും മുന്നോട്ട് വരണം, എല്ലാവരും അതിൽ ഒന്നിച്ചു നിൽക്കണം. അല്ല, അത് ഞങ്ങൾ മത്സരിക്കും, ഞങ്ങൾ ഭരണത്തിൽ വരുന്നതാണ്. അത് നടക്കുകയെന്നുള്ളതല്ല. പക്ഷെ നമ്മൾ മത്സരിക്കുന്നത് അങ്ങനെയല്ലോ. ഏത് രാഷ്ട്രീയ പാർട്ടിയും മത്സരിക്കുന്നത് പരാജയപ്പെടുത്താനല്ലേ, ജയിക്കാനല്ലേ. അത് അല്ല, ഞങ്ങൾ അത് ഒരു മുന്നണിക്ക് ഞങ്ങൾ അങ്ങനെ മാൻഡേറ്റ് കൊടുക്കുന്നില്ല. അത് ഇവിടുത്തെ ജനങ്ങൾ ഭൂരിപക്ഷം വോട്ട് ചെയ്യുന്നു, അവര് വന്നോട്ടെ, അത് നമുക്ക് മാനിക്കാം എന്നല്ലേ പറയാൻ പറ്റുള്ളൂ. നമുക്ക് ഇന്ന മുന്നണി വരണം. പിണറായി വിജയന്റെ ഭരണം ഒരു ജനവിരുദ്ധ ഭരണമല്ല ആയിരുന്നു എന്ന് ഞങ്ങൾ വിലയിരുത്തിയിട്ടില്ല. കുറവുകളും ഗുണങ്ങളും ഉണ്ട്. അല്ല, അതില് ഇപ്പൊ നമുക്ക് അങ്ങനെ ഒരു മാർക്കിട്ട് പോകാൻ നമ്മളൊരു സിസ്റ്റം ഒന്നും ഉണ്ടാക്കിയിട്ടില്ലല്ലോ. അല്ല, മാർക്കറ്റാണ് നമുക്ക് അതിനൊരു ചർച്ച വരുമാറി. പൊതുവെ നമ്മളിപ്പോ ഞങ്ങൾ നേരത്തെ തന്നെ പറഞ്ഞതാണ്, ഒരു ഭരണവിരുദ്ധ വികാരം ഉണ്ടോ എന്ന് ചോദിച്ചപ്പോ, മുമ്പൊരിക്കൽ പത്രക്കാർ ചോദിച്ചപ്പോ ഞങ്ങൾ പറഞ്ഞത് ഭരണവിരുദ്ധ വികാരം ഉണ്ട് എന്ന് ഞങ്ങൾക്ക് അഭിപ്രായമില്ല. അങ്ങനെ അത്ര വലിയ, പക്ഷെ അവരുടെ പിന്നെ ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ട വലിയ പരാമർശങ്ങളും വലിയ രീതിയിലുള്ള പിന്നെ അവർക്കെതിരെയുള്ള ആരോപണങ്ങളൊക്കെ വന്നതാണ്. അത് RSSന് തീരുന്നൊക്കെ രീതിയിലൊക്കെ വലിയ പരാതികൾ ഉണ്ടായിരുന്നു. അതിലൊന്നും ഞങ്ങൾ പുറകോട്ട് പോയിട്ടില്ല. അങ്ങനെ തന്നെയാണ്. വികസന കാര്യങ്ങളിൽ എങ്ങനെ വികസന കാര്യങ്ങൾ അതിലൊരു കഴിഞ്ഞ വർഷത്തെ അതിന് മുമ്പുള്ള കാലയളവുമായി താരതമ്യപ്പെടുത്താനൊരു മാറ്റം പ്രകടമാണ്. കുറെ കാര്യങ്ങളിൽ മാറ്റം പ്രകടമാണ്. അതിപ്പോ എല്ലാ മുന്നണികളും അവരുടെ പിന്നെ 5 വർഷത്തെ ഭരണ സമയത്ത് അവസാനത്തില് അവർ നടത്തിയ പിന്നെ വിവിധ വികസന പ്രവർത്തനങ്ങളെ ഹൈലൈറ്റ് ചെയ്ത് പറയാറുണ്ട്. അതുപോലെ CPM പറയുന്നു. അല്ല, അതെ, ഞാനതാ പറഞ്ഞത്. അതിൽ കുറെ കാര്യങ്ങളിൽ CPMന് അവർക്ക് മുന്നോട്ട് പോകാൻ കഴിഞ്ഞിട്ടുണ്ട്. എന്നാൽ പല കാര്യങ്ങളും കഴിഞ്ഞിട്ടില്ല. എന്നാൽ അവിടെ എല്ലാ വകുപ്പുകളും ഒരേ സമാനമായ രീതിയിൽ പിന്നെ പ്രവർത്തിച്ചിട്ടില്ല. അങ്ങനെ ഒരുപാട് ഇഷ്യൂസ് ഉണ്ട്. കോൺഗ്രസ് നല്ല ഭരണം അവർക്ക് കഴിയണം. പക്ഷെ അവരുടെ ഈ പരസ്പരമായ കാലുവാതിലും ജനങ്ങളിൽ ഒരു അവിശ്വാസം ഉണ്ടായി വന്നിട്ടുണ്ട്. അതൊരു വസ്തുതയാണ്. അത് കോൺഗ്രസ്സുകാർ തന്നെ പറയുന്നതാണ്. ഇപ്പോൾ തന്നെ ആര് മുഖ്യമന്ത്രിയാകും എന്ന കാര്യത്തിൽ കോൺഗ്രസിന് വ്യക്തമായ നിലപാട് ഇതുവരെ പറയാൻ കഴിഞ്ഞിട്ടില്ല. അത് എന്തൊക്കെ രീതിയിലുള്ള കാര്യങ്ങൾ പറഞ്ഞാലും അവർക്ക് ഒരു ലീഡറെ ഉയർത്തി കാണിച്ച് വോട്ട് ചോദിക്കൽ നല്ലതാകുമായിരുന്നു. അത് സാധ്യം ഇല്ല. എന്നാലും
നമുക്ക് ഒരു ഇലക്ഷനെ നേരിടുമ്പോൾ അതിന്റെ ടീമിനെ ആര് നയിക്കുന്നു എന്ന് പറയുന്നത് ഒരു പോസിറ്റീവ് ആണല്ലോ. ഇപ്പോ LDF പിണറായി മുൻനിർത്തി പിണറായി ടീമിനെ നയിക്കും എന്ന് പറയുന്നത് അത് ജനങ്ങൾക്ക് ഒരു കോൺഫിഡൻസ് വരാൻ നല്ലതാണ്. ഇപ്പോ അങ്ങനെ പറഞ്ഞില്ലെങ്കിൽ പോലും ആളുകൾക്ക് മുമ്പിൽ ഒരു ബോധ്യപ്പെടുത്താനെങ്കിലും കഴിയണം. ഇപ്പൊ അവർ തമ്മിൽ തന്നെ വലിയ തർക്കങ്ങൾ നടക്കുകയാണ്. ഇപ്പോ കോൺഗ്രസിന്റെ മുൻ KPCC പ്രസിഡന്റ് ഒരു ഭാഗത്ത് ഭയങ്കരമായ ഭീഷണി ഉയർത്തുന്നു. അത് MP-മാര് മത്സര രംഗത്ത് വിജയിച്ചു എന്നുള്ള MP-മാര് അവരുടെ കാലാവധി തീർന്നെന്ന് മാത്രമല്ല വളരെ ചുരുങ്ങിയ കാലയളവിൽ തന്നെ രാജിവെച്ച് നിയമസഭയിൽ മത്സരിക്കാൻ താല്പര്യപ്പെടുന്ന രീതി എന്തായാലും ജനങ്ങളുള്ള വെല്ലുവിളിയാണ് എന്നാണ് ഞാൻ അഭിപ്രായം. അത് ഒഴിവാക്കണം. അത് ശരിയല്ലല്ലോ. ഒരു വർഷം മുമ്പ് ജനങ്ങളെ കേന്ദ്രത്തിലേക്ക് മാൻഡേറ്റിന് വേണ്ടിയിട്ട് വോട്ട് ചോദിക്കുന്നു, MP ആയി ജയിച്ചു വരുന്നു, എന്നിട്ട് ഒരു വർഷം കഴിഞ്ഞ ഉടനെ തന്നെ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ട് രാജിവെക്കാൻ പോകുന്നു. ഇതൊരു ശരിയായ രീതിയല്ല. അല്ല, അങ്ങനെ മാർക്കിടുന്നില്ല. ഇതില് നമ്മൾ മനസ്സിലാക്കേണ്ടത് കോൺഗ്രസ് പ്രവർത്തകർ തന്നെ പറയുന്ന കാര്യങ്ങളെ നമ്മൾ പറയുന്നുള്ളൂ. അതുകൊണ്ട് കോൺഗ്രസുകാർ CPM-ന് മാർക്കിടുന്ന് പറയാൻ പറ്റുമോ? ഇപ്പൊ എത്ര കോൺഗ്രസ് നിഷ്പക്ഷരായ കോൺഗ്രസുകാർ അവരുടെ പ്രൊഫൈലുകളൊക്കെ പിന്നെ ഈ ഹാൻഡിലുകളൊക്കെ അവർ പറയുന്നുണ്ട്, ഇത് ശരിയല്ല, ഇങ്ങനെ നടത്താൻ പാടില്ല അവർ തന്നെ പറയുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് കോൺഗ്രസുകാര് ഇവിടെ പിന്നെ CPM-ന് മാർക്കിടുന്നല്ല അതിനർത്ഥം. തെറ്റായി ആരും ചെയ്യുന്നു ആ തെറ്റിനെ ചൂണ്ടിക്കാണിക്കുന്ന സംഗതി ചൂണ്ടിക്കാണിക്കണമല്ലോ, ആര് തെറ്റ് ചെയ്താലും. സുധാകരൻ അദ്ദേഹത്തിന്റെ ഒരു വിടവാങ്ങൽ പ്രശ്നമൊക്കെ നടത്തി അന്ന് തന്നെ പറഞ്ഞതിൽ കുറെ ഭാഗം ഉപയോഗിച്ചത് SDPയെ പറ്റി പറയാൻ വേണ്ടിയാണ്. പ്രത്യേകിച്ചും അമ്പലപ്പുഴ MLA-യുമായി ബന്ധപ്പെടുത്തി SDPI വൽക്കരണം CPM നടത്തുന്നതെന്നൊക്കെയാണ് അദ്ദേഹം ഉന്നയിച്ച ആരോപണം. അതിനുശേഷമാണ് അദ്ദേഹം UDF-ലേക്ക് പോകുന്നത്, അവർ സ്ഥാനാർത്ഥിയും മാറുന്നത്. ചേർത്ത് കിട്ടിയാണ് അദ്ദേഹം പോയത്. അല്ല, അദ്ദേഹം അദ്ദേഹം അവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞപ്പോൾ ഞാൻ ശരിക്കും മുഴുവൻ കേട്ടത്. അദ്ദേഹം അവിടെ പത്രസമ്മേളനത്തിൽ പറഞ്ഞു, ഇവിടെ അമ്പലപ്പുഴ മണ്ഡലത്തിൽ SDPക്ക് വലിയ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട്. ആ മുന്നേറ്റം ഉണ്ടായിട്ടുണ്ട് എന്നുള്ളത് എങ്ങനെ കേട്ടിട്ടുള്ളൂ. പിന്നെ ഒരാൾ അദ്ദേഹം പറഞ്ഞത് എന്തുകൊണ്ടുണ്ടായി, അവൻ നന്നായി പ്രവർത്തിച്ചു. അതാണ് അതിൽ ഏറ്റവും ഞങ്ങളവിടെ നന്നായി പ്രവർത്തിച്ചു, ജനങ്ങളുടെ ഇടയിലേക്ക് ഇറങ്ങി പ്രവർത്തിച്ചു, അതിൽ ഞങ്ങൾക്ക് നേട്ടമുണ്ടായി. അത് അദ്ദേഹം അടിവരയിട്ട് കൗണ്ടർ സൈൻ ചെയ്ത് തന്നു. അത് സന്തോഷം. സുധാകരനോട് നമുക്ക് വളരെ നല്ല ആ കാര്യത്തിൽ നല്ല മതിപ്പാണ്. കാരണം ഞങ്ങളുടെ പ്രവർത്തനത്തിന് നല്ല സർട്ടിഫിക്കറ്റാണ് അദ്ദേഹം തന്നത്. അതത്രേ ഉള്ളൂ. പിന്നെ ലോക്കൽ ബോഡിയിൽ വിജയിച്ച ജനപ്രതിനിധികളോട് അവിടുത്തെ MLA-മാർ കാണിക്കേണ്ട സ്വാഭാവികമായ സൗഹൃദവും സഹകരണവും ഉണ്ടായിട്ടുണ്ട്. അത് എല്ലായിടത്തും ഉണ്ടാകണമെന്നാണ് ഞങ്ങളുടെ താല്പര്യം. അങ്ങനെയല്ലേ വേണ്ടത്. SDPയുടെ ജനപ്രതിനിധി ജയിച്ചു എന്നുകൊണ്ട് മാത്രം അവർക്ക് പിന്നെ MLA ഫണ്ട് കൊടുക്കാൻ പാടില്ല എന്ന രീതിയിലുള്ള സമീപനം ഉണ്ടാകാൻ പാടില്ല. അതവിടെ നല്ല സമീപനം അവിടുത്തെ പിന്നെ CPM MLA-മാര് കാണിച്ചിട്ടുണ്ട്. അത് ആ ജനങ്ങൾക്കാണ് അതിന് ഗുണം. SDPക്ക് പ്രത്യേക നേട്ടമൊന്നുമില്ല, ആ ജനങ്ങൾക്കാണ് ഗുണം. അതുകൊണ്ട് അങ്ങനെ നല്ല എല്ലാ പാർട്ടികളുമായും അവിടെ ഏതൊക്കെ നല്ല പാർട്ടികളുണ്ട് അവർക്കുമായി ഒക്കെ നല്ല സഹകരണം ഞങ്ങള് തുടരുന്നുണ്ട്. ഞങ്ങൾക്ക് അറിയാലോ, ഞങ്ങൾ എവിടെയും കോൺഗ്രസിനോട് പ്രത്യേകമായി ഒരു വിയോജിപ്പോ എതിർപ്പോ എവിടെയും കാണിച്ചിട്ടില്ല. ചിലങ്ങളിലൊക്കെ ഞങ്ങൾ പുൽപ്പടി ഇലക്ഷനിൽ ജയിച്ചു വന്നതിന് ശേഷം പഞ്ചായത്ത് ബോർഡ് ഇലക്ഷനിലേക്ക് അവരെ സപ്പോർട്ട് ചെയ്തില്ല പലയിടത്തും. അപ്പോ അതിന് പ്രത്യേകിച്ചൊന്നുമില്ല. അല്ല, അങ്ങനത്തെ ഒരുപാട് മണ്ഡലങ്ങളുണ്ട്, ഷൊർണൂർ മാത്രമല്ല, ഇവിടെ ഉണ്ടല്ലോ കുറെ മണ്ഡലങ്ങൾ. വരും. അത് തീരുമാനം എടുത്തിട്ടില്ല. നമുക്ക് മത്സരിക്കാത്ത മണ്ഡലങ്ങളിൽ നമ്മൾ വോട്ട് ചെയ്യണമല്ലോ എന്തായാലും. ഈ ജനാധിപത്യ പ്രക്രിയ നമ്മൾ പങ്കാളികളാവണം. അത് അവിടെ അതിന്റെ ഒരു രീതി എന്താണെന്നുള്ളത് ദേശീയ കമ്മിറ്റിയുമായി ചർച്ച ചെയ്ത് ആലോചിച്ച് തീരുമാനമെടുക്കും. ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പലയിടത്തും BJP കോൺഗ്രസ് കൂട്ടുകെട്ടുണ്ടായിരുന്നു. വടകരയിൽ രഹസ്യമായിട്ടും കോഴിക്കോട് ജില്ലയിൽ രഹസ്യമായിട്ടും അല്ലെങ്കിൽ പരസ്യമായിട്ടും പലയിടത്തും കൂട്ടുകെട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ് SDP നേരത്തെ ആരോപിച്ചിരുന്നത്. അതിലെന്തെങ്കിലും ഇപ്പോഴും അങ്ങനെ തുടരുന്നു? മുസ്ലിം ലീഗ് ആയിരുന്നു അത് കാര്യമായി അതില് താല്പര്യമെടുത്ത് അങ്ങനെ ആ രീതിയിൽ ഞങ്ങളെ തോൽപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. അത് ആ സ്ഥാനത്താണ് ഇപ്പോഴുള്ളത്. നേരത്തെ ഒരു പറഞ്ഞ അഭിപ്രായം മാറ്റി പറഞ്ഞ കാര്യമില്ലല്ലോ, ഒരു യാഥാർത്ഥ്യമാണല്ലോ. പാലക്കാട് സ്ഥാനാർത്ഥിയാണ് BJP വിരുദ്ധ വോട്ടുകൾ
അത് CPM മറുപടി പറയേണ്ടതാണ്. അതിൽ അവരുടെ കാഴ്ചപ്പാടെന്താണെന്ന് നമുക്കറിയില്ലല്ലോ. CPM എന്തുകൊണ്ടാണ്. പിന്നെ അതിൽ നമ്മൾ വേറൊരു രീതിയിൽ ചർച്ച ചെയ്യുകയാണെങ്കിൽ, നമ്മളൊരു മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തി, ഹിന്ദു കാൻഡിഡേറ്റ് നിർത്തി, അങ്ങനെ പറയുന്നതിലുള്ള ഒരു അസുഖകരമായ രീതി ഉണ്ടല്ലോ. ഞങ്ങളിതിൽ കുറെ ക്രിസ്ത്യാനികളുണ്ട് സ്ഥാനാർത്ഥികള്. പിന്നെ അപ്പൊ അത് ഞങ്ങൾ മുസ്ലിം ഭൂരിപക്ഷ ഞങ്ങൾ ക്രിസ്ത്യാനി സ്ഥാനാർത്ഥികളുണ്ട്. ഞങ്ങളൊന്നും അങ്ങനെ ചിന്തിക്കുന്നില്ല. ആളുകള് ഏറ്റവും നല്ല കാൻഡിഡേറ്റ് ആരാണ്, ഏറ്റവും നന്നായി ജനങ്ങളെ വിഷയങ്ങളെ ഇടപെടാൻ നല്ലതാരാണ് എന്നൊക്കെ നോക്കിയിട്ട് നിർത്തും. അതിലത്ര. പിന്നെ അത് മുസ്ലിം കാൻഡിഡേറ്റ് നിർത്തി, അത് ഇവര് അങ്ങനെയൊക്കെ പറയുന്നതിലുള്ള ഒരു നമ്മൾ കേരളീയർ അങ്ങനെ പറയുന്നതാണ് എന്റെ അഭിപ്രായം. പിന്നെ അതിന് മറുപടി പറയേണ്ടത് CPM ആണ്. അവർക്ക് എന്തെങ്കിലും കാഴ്ചപ്പാടുണ്ടാവും. അത് BJPയെ സഹായിക്കാനോ നമുക്കറിയില്ല. പിണറായി ഗവൺമെന്റിലെ ഏറ്റവും വലിയ പരാതി മുസ്ലിം വിരുദ്ധ സമീപനം ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ജമാഅത്തെ ഇസ്ലാമിയുടെ നിലപാട് അങ്ങനെയായിരുന്നു. SDP നിലപാടെന്ന പിണറായി ഗവൺമെന്റ് കേന്ദ്ര ഗവൺമെന്റിന്റെ ഒരു രണ്ടാം ഡീറ്റെയിലാണ് എന്നതായിട്ട് വിജയം വരാറുണ്ട്. അതിനെക്കുറിച്ച് SDP CPM ചില ഞാൻ നേരത്തെ പറഞ്ഞത് ആഭ്യന്തര വകുപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില ഇടപെടലുകളിൽ ഒരു RSSന്റെ സ്വാധീനമുണ്ടായി എന്നുള്ളത് പലയിടങ്ങളിലും CPMകാർ തന്നെ ചിലപ്പോഴൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഇവിടെ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി അല്ല, RSS ആണെന്നൊക്കെ ആരോപണങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ആരോപണങ്ങളിൽ നിന്നും വല്ലാതെ മാറിപ്പോയിട്ടില്ല. പിന്നെ അതായിരുന്നു പ്രധാനമായി ഉണ്ടായിരുന്ന ഇത്. അവരിപ്പോൾ കുറെ കാര്യങ്ങളില് അവര് കുറെ നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഇപ്പൊ ഒരു നാറ്റിവിറ്റി സർട്ടിഫിക്കറ്റ് ഒക്കെ ഡിക്ലെയർ ചെയ്തു. അതൊരു പക്ഷെ BJP ഗവൺമെന്റിന്റെ പിന്നെ ഈ വളരെ കിരാതമെന്ന് പറയപ്പെടാവുന്ന നടപടികൾക്കെതിരെയുള്ള ഒരു പ്രതിരോധമായിട്ട് നമുക്ക് കാണാവുന്നതാണ്. ചില നല്ല കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്, ചില ഇതുണ്ട്. അത് എല്ലാ പാർട്ടികളും അവരുടെ ഈ കേന്ദ്ര ഭരണവുമായിട്ടൊക്കെ പലപ്പോഴും പിന്നെ രാജിയാവുകയോ ധാരണ ഉണ്ടാക്കുകയോ ചെയ്ത അനുഭവങ്ങൾ മുമ്പുണ്ടായിട്ടുണ്ട്. അങ്ങനെ ഒരു ചാപ്പ കുത്താൻ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് ശരിയാണോ എന്ന് അറിഞ്ഞൂടാ. പിണറായി ഗവൺമെന്റ് അല്ല, ഞാനതാണ് പിണറായി ഗവൺമെന്റ് മുസ്ലിം വിരുദ്ധമാണ്, അല്ലെങ്കിൽ കോൺഗ്രസ് പിന്നെ അങ്ങനെയൊന്നും നമ്മള് ഒരു മുന്നണിയെ കുറിച്ച് നമ്മൾ അങ്ങനെ പറഞ്ഞാൽ, ഞങ്ങളിവിടെ ഈ തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ്. ഞങ്ങൾ ഏതെങ്കിലും ഒരു മുന്നണിക്കെതിരെ ശക്തമായി നിലകൊണ്ടാൽ അതിന്റെ റിസൾട്ട് ആർക്കാ ഉണ്ടാവുക? പ്രധാന പ്രതിപക്ഷത്തിനാണ് ഉണ്ടാവുക. ഞങ്ങൾ അത്തരം തരത്തിലേക്ക് എന്തായാലും പോകുന്നില്ല. അത് UDFനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല, LDFനെ കുറിച്ച് അങ്ങനെ പറയുന്നില്ല. കേസ് ബൈ കേസായിട്ട് ഓരോ വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നമുക്ക് സാധ്യമാവുള്ളൂ. ഞങ്ങൾ ഇവിടെ ഒരു നല്ല പിന്നെ ജനപ്രതിനിധികൾ ഉണ്ടാവണം, ജനങ്ങളുമായി നല്ല ഇടപഴകുന്ന, ഞങ്ങൾക്ക് ആക്സസ് ഉള്ള, ജനാധിപത്യ ബോധമുള്ള നല്ല ജനപ്രതിനിധി ഉണ്ടാകണം എന്ന താല്പര്യത്തോടു കൂടി ഏറ്റവും നല്ല ജനപ്രതിനിധികൾ നമ്മളെ കേരള നിയമസഭയിലേക്ക് എത്തിക്കണമെന്ന താല്പര്യത്തോടും ആഗ്രഹത്തോടും കൂടിയുള്ള നല്ല കാൻഡിഡേറ്റ്സിനെ ഞങ്ങൾ അവതരിപ്പിക്കുകയാണ്. ഞങ്ങൾ KKN ഗ്രൂപ്പിലൊക്കെ ഞങ്ങളുടെ സ്വന്തം സ്ഥാനം അവതരിപ്പിക്കുന്നതിന്റെ ഒരു വലിയ മെസ്സേജ് ഇല്ലേ? അങ്ങനെ അതാണ്. ഓക്കെ, എല്ലാരും എന്ത് ഇല്ല. യെസ്, പണ്ടെടുത്തുണ്ട്.